ഹലോ, അസ്സാം വലൈക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ പണി ചെയ്ത് തീർക്കാനുള്ള തിരക്കിലാട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കി. കാക്ക ജോലിക്ക് പോകാനുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കൊയിലാണ്ടി പോകാനുണ്ട്, അങ്ങനെ ഓരോ ജോലികൾ തീർക്കാനുണ്ട്. ക്ലീനിങ് ഉണ്ട്. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് കട്ട് ചെയ്തതും ഒരു വെല്ലുള്ളിയും ഒരു 2 പച്ചമുളക് ഇട്ടിട്ട് ഞാൻ എണ്ണയിൽ വഴറ്റി വെച്ചതാട്ടോ. അതപ്പുറത്തെ ചെറിയ സിമ്മിലാക്കി വെച്ചതാണ്. പിന്നെ വെണ്ട കറി വെക്കുകയാണ്. വെണ്ട ഉലുവ പൊട്ടിച്ച് അതിലേക്ക് വെല്ലുള്ളി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി അതിന് ശേഷം വെണ്ട 2 തക്കാളി ഇട്ട് വഴറ്റി അതിലേക്ക് 2 തക്കാളിയും ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പും ചേർത്ത് വാളംപുളിയും പിഴിഞ്ഞ് വെച്ചതാട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാട്ടോ ഒഴിച്ചത്. അത് വേവാൻ വെച്ചതാണ്. ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ കറി വെക്കാം. എല്ലാം ഒരേ ടൈമായി കിട്ടിയ പെട്ടെന്ന് പോവാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ചട്ടിയിലേക്ക് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് വെല്ലുള്ളി ആട്ടോ ഇട്ടത്. പിന്നെ ഞാൻ മിക്സിയിൽ എന്ത് ചെയ്തു, ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ 2-3 തക്കാളിയും 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തതാട്ടോ. പേസ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം വെല്ലുള്ളി നല്ലപോലെ ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്കത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. വേറെന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നോ? ഞാൻ ഇവിടെ സേഫായിരിക്കുന്നു കേട്ടോ. വേറെന്തൊക്കെയുണ്ട്? ഇവിടെ 2 ദിവസമായിട്ട് ഇപ്പം മഴയില്ല. മഴ ഉണ്ടാകുമ്പോഴത്തേക്ക് നല്ല മഴയാണ് കേട്ടോ വരുന്നത്. വെള്ളം നിൽക്കുന്ന പോലത്തെ മഴയാണ് വരുന്നത്. ഇവിടെ റോഡ് പണി, നാഷണൽ ഹൈവേൻ്റെ പണി കുറച്ച് അടുത്താണ്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം ആയപ്പം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഉലുവയും പെരുംജീരകവും കടുകും കൂടി പൊടിച്ചതാട്ടോ വെണ്ടക്കറിയിൽ ഞാൻ ഇട്ടത്. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ മീൻ കറിക്ക് ഇട്ടതാട്ടോ. മുളകും പൊടി മല്ലിപ്പൊടി എല്ലാം അതിൽ ചേർത്ത് ഒന്ന് അരച്ച് വെച്ചതാണ്. ഇതുപോലെ ഒന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റായ കറിയാണ്. അതിലേക്ക് ഞാൻ വാളംപുളിയാണ് കേട്ടോ ഒഴിച്ചത്. ഞാൻ കൂടുതലായിട്ട് വാളംപുളി തന്നെയാണ് യൂസ് ചെയ്യാറ്, അല്ലെ മാങ്ങ യൂസ് ചെയ്യും. ഈ ഉടമ്പുളി തീരെ യൂസ് ചെയ്യാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല അത്. ഇത്തിരി ചെമ്മീനാട്ടോ ഉള്ളൂ, അത് ഞാൻ അതിലിട്ട് വേവിക്കാൻ വെച്ചതാണ്. വെണ്ടക്കറി വെന്തതിന് ശേഷം തേങ്ങ അരച്ച് വെച്ച് അതിൽ ഞാൻ വേറെ ഒന്നും തേങ്ങയിൽ ചേർത്തിട്ടില്ല. തേങ്ങ ഒന്ന് ഒതുക്കി ബീട്രൂട്ടിലിട്ടതാട്ടോ തോരന് വേണ്ടിയിട്ട്. അപ്പം വെണ്ടക്കറിയും റെഡിയായി, തോരനും റെഡിയായി, മീൻ കറിയും റെഡിയായി. മീനെല്ലാം പരൽ മീൻ പോലത്തെ മീനാട്ടോ, ചെറിയ നിങ്ങളെന്താ പറയുക, മുള്ളൻ അങ്ങനത്തെ പരൽ മീനില്ലേ, അതും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി വെച്ചു. ഫ്രഷ് ആയതിനെക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. പരൽ മീനാണെങ്കിലും അങ്ങനെ എല്ലാം വച്ചു. ഒരടുപ്പിൽ ചോറും ഞാൻ ഉണ്ടാക്കി, അത് വെള്ളം വെച്ചു, അതിലേക്ക് അരിയും ഇട്ടതാണ് കേട്ടോ. ഗ്യാസ് കുറച്ച് കാലമായിട്ട് അത് അരി ഇടാൻ പോവാണ്. ഗ്യാസ് കുറച്ചായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പം പിന്നെയും മഴ ആയാൽ പിന്നെ എനിക്ക് കാലിന് ചെറിയൊരു ഇൻഫെക്ഷൻ വരും. ഈ വെള്ളവും ചളിമണ്ണും എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ഞാൻ ഷോപ്പിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ബസാറിൽ അവിടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചതാണ്. മഷ്റൂം മേടിച്ചു, പിന്നെ പനീർ മേടിച്ചു. ഇതൊക്കെ മൂക്ക് കൊടുത്തേക്കാനായിട്ടുള്ള, അത്യാവശ്യം കുക്ക് ചെയ്യും. പിന്നെ എനിക്ക് വറ്റൽമുളകിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്, അവൾക്ക് കൊടുക്കാൻ. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചതാണ്. പിന്നെ അവിലും എള്ളും നിലക്കടലയെല്ലാം മേടിച്ചതാണ്. എന്തിനാന്ന് വെച്ചാൽ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം റെഡിയായി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അന്ന് ചോറ് കഴിക്കാൻ എടുത്ത് വെച്ചാലും പിന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഫോട്ടോ ഒക്കെ.
എല്ലാം റെഡിയായി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് കുക്കിങ്ങെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.